ഹലോ. അപ്പോൾ ഇന്നത്തെ ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കണ്ടാലോ? അപ്പോൾ ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ. ഗീ റൈസും പാലക് ചിക്കനുമാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇത്രയിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പാലക് ചീരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. വേവിച്ച ശേഷം വെള്ളത്തിൽ നിന്ന് അതൊന്ന് മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാനുള്ളത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത്ര ഐറ്റംസാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. കുറച്ച് വലുപ്പത്തിലായാലും കുഴപ്പമില്ല, നമുക്കിതെല്ലാം തന്നെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളക് ഒന്ന് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ സവാളയും കൂടി ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇനി ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ സവാളയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ ടൊമാറ്റോയും കൂടി ചേർത്ത് എല്ലാം കൂടി വഴറ്റിയെടുത്തിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ അത് തണുത്ത് കിട്ടി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അതും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന പാലക് ചീരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ച ശേഷം ചിക്കൻ ഒന്നിട്ട് മൂടി വെക്കുന്നുണ്ട് വേവാനായിട്ട്. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടേ. അതിനുശേഷം ചിക്കൻ വെന്ത ശേഷം ഫൈനലായിട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതും കൂടി അതിലേക്ക് ചേർത്ത് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കറി തയ്യാറായി. ഇനി ഞാനൊരു ഗീ റൈസും കൂടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൗവിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, റൈസിലേക്ക് ഒഴിക്കാനാണ്. മറ്റേ സ്റ്റൗവിലേക്ക് ഒരു കുക്കർ വെച്ച ശേഷം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്പൈസസ് ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റൈസൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുക്കറൊന്ന് മൂടി വയ്ക്കുക. നമ്മൾ വിസിലടിപ്പിക്കുന്നില്ലേ, അപ്പോൾ ചില കുക്കറിൽ വിസിലടിപ്പിക്കേണ്ടി വരും. ഇവിടെ എനിക്ക് വിസിലടിപ്പിക്കേണ്ട, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഗീ റൈസ് തയ്യാറാവുകയെ. അങ്ങനെ കുക്കറൊക്കെ മൂടി വെച്ചു. ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്റ്റൗ ഞാൻ ഓഫാക്കി. അതിനുശേഷം കുക്കറിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അത് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഗീ റൈസും പാലക് ചിക്കനും ആയിരുന്നു. ഒപ്പം തന്നെ ഞാൻ പപ്പടവും കൂടി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി കോംബോ ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇനിയും ലഞ്ചിൻ്റെ പ്രിപ്പറേഷനായിട്ട് വീണ്ടും കാണാം. ബൈ.